ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ അൾട്രാ ഗെയിമിംഗ്. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഓൾ ഓഫ് us ഡെഡ് ആണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു സോംബി വൈറസിൽ നിന്ന് രക്ഷപ്പെടണം. അതേപോലെ നമുക്ക് കുറേ ഗൺസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ ഇവരെ കൊല്ലണം. അതാണപ്പോൾ നമ്മുടെ ഇന്നത്തെ ടാസ്ക്. നമ്മുടെ ഇവർ കുറേ ഗൺസ് ഉണ്ട്. 3 ഗൺസാണ് മെയിനായിട്ടുള്ളത്. ഒന്നായിട്ട് നമ്മളുടെ അമ്പും വില്ല്, പിന്നെ രണ്ടാമത്തെ സാധാ ഒരു പിസ്തല്, പിന്നെ ഇപ്പോൾ എൻ്റെ ടൈമിലുള്ള ഒരു ഷോട്ട് ഗണ്ണാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ മൊത്തം ഒരു സോംബി കൂട്ടങ്ങളായിട്ട് നിറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഷോട്ട് ഗൺ എന്ന് പറഞ്ഞാൽ ഒറ്റ ആമോ മാത്രമേ ഉള്ളൂ. കണ്ടോ, ഒന്നടിച്ച 2 സെക്കൻഡ് എടുത്തതിന് ശേഷം ലോഡാവിടും. രണ്ടാമത്തെ ഗണ്ണെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, 6 ബുള്ളറ്റ് ഉണ്ട്. പെട്ടെന്ന് ചാവും ചെയ്യും ആൾക്കാർ. അതേപോലെ തന്നെ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ആമോ പെട്ടെന്ന് കയറുന്നാണ് പറയുന്നത്. 1 സെക്കൻഡിൽ ആമോ കയറുന്നതുകൊണ്ട് പ്രശ്നമില്ല. അതേപോലെ ഓരോ സോംബിനെ കൊല്ലുമ്പോഴും നമുക്ക് ഓരോ പൈസ വെച്ചിട്ട് കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പുതിയ ഗൺസൊക്കെ അൺലോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് കളികൾ ഗൈസ്. അപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പം കുറേ സോംബീസ് ഉണ്ട്. ഇത്രയെണ്ണം തന്നെ നമുക്ക് ഒരുമിച്ച് ഒറ്റക്കൊന്നും കൊല്ലാനാവില്ല. കുറേ ആൾക്കാരെ ഞാൻ വിളിച്ചിട്ടുണ്ട്. എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. ഈ സോംബീസിൻ്റെ ഇടയ്ക്ക് 2-3 ആൾക്കാർ പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാനെന്തായാലും അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ സോംബീസിനെ കൊല്ലാൻ പോവുകയാണ്. ഏതായാലും മനുഷ്യന്മാരെ നമുക്ക് ഈ ഗണ്ണ് വെച്ച് കൊല്ലാൻ പറ്റില്ല. സോംബീസിനെ മാത്രം കൊല്ലാൻ പറ്റുന്നൊരു ഗണ്ണാണിത്. അതുകൊണ്ടെന്ന് വെച്ചാൽ പ്രശ്നമില്ല, മനുഷ്യന്മാർ ചാവില്ല. ഇത് മൊത്തം ഒരു സോംബീസിൻ്റെ കൂട്ടാണ് കേട്ടോ. അപ്പോൾ അടുത്തെന്താണെന്ന് വെച്ചാൽ ചെയ്യേണ്ടത്, നമുക്ക് ഈ സോംബീസിനെല്ലാം കൊല്ലണം. എന്നിട്ട് നമ്മുടെ സുഹൃത്തിനെ ഇന്ന് രക്ഷപ്പെടുത്തിയെടുക്കണം. ആസ് യു സി, നമ്മുടെ റൈറ്റ് സൈഡിൽ നമ്മുടെ കോയിൻസിൻ്റെ എണ്ണങ്ങൾ കാണാം. ഇപ്പം 121 കാണുന്നത് ടോട്ടലി. ഇപ്പം ഇത്ര പൈസ ആയിട്ടുള്ളൂ. മീൻസ് 123 ആൾക്കാർ സോംബീസിനെ ഞാൻ ഇതുവരെ കൊന്നിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് എങ്ങനെയായാലും ഒരു 500 സോംബീസിനാണ് മിനിമം എനിക്ക് കൊല്ലണം എന്നുള്ളത്. ഈ ഒരു വീഡിയോയിൽ പറ്റുന്ന അത്രയും ഞാൻ കംപ്ലീറ്റ് ആക്കും. ഞാനിപ്പോൾ അങ്ങനെ ഫൈനലി 3 ഡേയ്സാണ്. ഓ ഗൈസ്, ഇവർക്ക് ഒന്നിന് വേഗം പറ്റാൻ പറ്റും. ഇതിപ്പോൾ ഇവർ വേഗം കൊല്ലാൻ പറ്റും. കാരണം ഇപ്പം കണ്ടു, ഇവർ സ്റ്റക്കായി പോയി. ഓ ഗൈസ്, അടുത്ത നെക്സ്റ്റ് ഡേ സ്റ്റാർട്ട്സ് ഇൻ 3 minutes. 2 seconds. അപ്പോൾ 2 മിനിറ്റിനുള്ളിൽ 2 സെക്കൻഡിൽ അടുത്ത ദിവസം സ്റ്റാർട്ട്. ഓ ഗൈസ്, ആദ്യം തന്നെ വന്ന് പെടുന്നത് സോംബീസിൻ്റെ മുന്നിലാണ്. ഓ ഗൈസ്, നമുക്കൊരു പുതിയൊരു ഗണ്ണ് കിട്ടി തോന്നുന്നു. ഓ ഗൈസ്, ഇതിൽ 20. ഓ ഇത് അടിപൊളി. ഓ ഗൈസ്, ഇതിൽ 20 ആമോ ഉണ്ട്. അതേപോലെ എന്ന് പറഞ്ഞാൽ അതിന് കുറച്ച് അത്യാവശ്യം പവറുണ്ട് വന്ന്. അതുകൊണ്ട് എനിക്കൊന്ന് ഇപ്രാവശ്യം എനിക്ക് പെട്ടെന്ന് ജയിക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഓ പട ചാകുന്നുണ്ടെല്ലാം. അതുകൊണ്ട് എനിക്കൊരു വിഷമമില്ല. ഓ ഗൈസ്, ഇതായിട്ട് കുറേ സോംബീസ് ഉണ്ട്. പക്ഷേ നടക്കാൻ പറ്റാത്ത സോംബീസ് എല്ലാം എന്തിനാ കഷ്ടപ്പെട്ട് കടിക്കാനിലെത്തുന്നതെന്ന് എൻ്റെ ആലോചന. ഇതുകൊണ്ട് നേരെ നടക്കാനും കൂടി ആവുന്നില്ല, എന്നിട്ടും തന്നെ കടിക്കാൻ വരുന്നു. ഇതിനെല്ലാം എന്താ ചെയ്യുക ഗൈസ്? അങ്ങനെ ഗൈസ് 200 പേരെ 200 സോംബീസിനെ ഞാൻ മാക്സിമം കൊന്നിട്ടുണ്ട്. ഇനി അധികം എനിക്ക് 300 സോംബീസിനും കൂടി കൊല്ലുണ്ട്. കുഴപ്പമില്ല, എനിക്ക് നല്ല പക്ഷേ ചെറിയ പണിയുണ്ട്. ഇത്രയും സോംബീസ് ഒരുമിച്ചെന്നാൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. എന്തെങ്കിലും ഇല്ലതോ അങ്ങനത്തെ ഒരു ഗണ്ണാണ്. അതുകൊണ്ട് പേടിക്കേണ്ട ഒരു പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾക്ക് ഗണ്ണിൻ്റെ സൗണ്ട് കൂടുതൽ കേൾക്കും തോന്നുന്നു. കാരണം ഗണ്ണിൻ്റെ സൗണ്ട് മാത്രമേ എനക്കും കേൾക്കുന്നില്ലൂ. ഞാൻ പറയുന്ന വ്യക്തമാണോ ഇല്ലയോ നമുക്കറിയില്ല. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യും. നമുക്കൊരു സപ്പോർട്ട് കിട്ടണ്ടേ. അതുകൊണ്ട് എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യും. കാഴ്ച അങ്ങനെ 207 ഫ്രണ്ടിൽ വന്നത്. ഇനിയും നമുക്ക് കുറേ സോംബീസിനെ കൊല്ലാനുണ്ട്. ആക്ച്വലി എന്ന് പറഞ്ഞാൽ ഈ ഗ്രൗണ്ട് മുഴുവൻ സോംബീസിനെ കൊണ്ടൊന്നും അറിഞ്ഞിട്ടേ ഇല്ല ഗൈസ്. ഇതിലൊരു പ്രത്യേകതയുണ്ട്. സോംബിനെ നമ്മൾ മുക്കി അപ്പോൾ നമുക്കല്ല ഒരു കട്ട വരും. എൻ്റെ മേലൊരു ഗ്രീൻ കളറിൽ 100 എന്ന് കാണില്ലേ. ഒരു സോംബി എന്നെ വന്ന് മുക്കിയാൽ അത് 99 ആവും. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് ഓരോ സമയം ഓരോ സോംബിനെ മുട്ടുമ്പോൾ കുറയുന്നതായിരിക്കും.
ഓ ഗൈസ് ഓ നല്ല പണിയായിട്ട് കുറേ പോകുന്നുണ്ട്. കുറേ എന്ന് പറഞ്ഞാൽ കുറഞ്ഞുണ്ട്. നമുക്ക് തോന്നില്ല ഇപ്രാവശ്യം ഞാൻ സർവൈവ് ചെയ്യുന്നു. 3 ദിവസം ഞാൻ സർവൈവ് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് 2 ദിവസം കൂടി സർവൈവ് ചെയ്താൽ എനിക്ക് മിനിമം ഒരു 500 സോംബീസിനെ മേ ബി എനിക്ക് കൊല്ലാൻ പറ്റുന്നതായിരിക്കാം. കാരണം ഇപ്പം തന്നെ ഒരു ഏകദേശം 212 സോംബീസിനെ ഞാൻ കൊന്നിട്ടുണ്ട്. അത്യാവശ്യം ബാഡ് ആണ്, പക്ഷെ കുഴപ്പമില്ല. ഓ ഗൈസ് നൈറ്റായി ഞാൻ സോംബിൻ്റെ അടുത്ത് വിട്ടു ഗൈസ്. കണ്ട എൻ്റെ ലൈഫ് ഓർമ്മ എൻ്റെ 86 ആയി. എനക്കെനിക്ക് തോന്നുന്നു മിക്കവാറും ഇവരെ കൊല്ലാണ്ട് വരും. കൊന്നില്ലെങ്കിൽ ഞാൻ ബാക്കി ഉണ്ടാവില്ല ഇവിടെ. ഗൈസ് ഹെൽത്ത് ചെറുങ്ങനെ കൂടുന്നുണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല. അടുത്തിടെ എല്ലാം സോംബീസും പോയിട്ട് ന്യൂ സോംബീസ് വരും, പ്രശ്നമില്ല. അതുകൊണ്ട് സോംബീസിനെ കൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. കുറേ സോംബീസ് വന്നുകൊണ്ടേ ഇരിക്കും. ഓ ഗൈസ് ഇതിപ്പം മൊത്തത്തിൽ പണി വിട്ടുള്ള. ഇതിപ്പോൾ എന്താ ചെയ്യുക? സോംബീസിനെ കൊല്ലാം അതേ വഴിയിൽ. ഇതിപ്പം വേറെ എങ്ങോട്ടാണല്ലോ പോണേ? അവിടെ ഇതേതാ പെണ്ണ് സോംബി? ആരുടെ അടുത്താ മുട കാണിക്കുന്നത്? ഓ ഗൈസ് അടുത്തിടെയായെന്ന് തോന്നുന്നു. ഒറ്റ സോംബിനെ കാണുന്നില്ല. ഉണ്ട് അടുത്തിടെയായിട്ടൊന്നുമില്ല ഗൈസ്. എനിക്ക് ഇത്ര ഡിസ്റ്റൻസിൽ എനിക്ക് വീഡിയോ കനാവൽ വന്നു. ഇനി 18 സെക്കൻഡിൽ അടുത്ത ഡേ സ്റ്റാർട്ടാവും. അതുകൊണ്ട് പ്രശ്നമില്ല. എല്ലാം സോംബീസ് ഇനി മായാൻ തുടങ്ങും. അതിന് മുന്നേ ഞാൻ ഓരോരുത്തരായിട്ടും കൊല്ലാൻ തുടങ്ങട്ടെ വേഗം. ഗൈസ് എല്ലാം പോയി. ഇനിയിപ്പം സൈക്കിളാവും. എല്ലാം വീണ്ടും വരും. ഇപ്പം അങ്ങനെ 241 സോംബീസിനെ ഫൈനൽ ഞാൻ കൊന്നിട്ടുണ്ട്. നമ്മുടെ ടീമിൽ കുറേ ഇഷ്ടക്കണക്കിന് 4 ഗൺസാണുള്ളത്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഒരു ഗണ്ണാണ്. കാരണം ഇതാണ് കുറച്ചും കൂടി രസം. പെട്ടെന്ന് നമുക്ക് ഒരു സോംബീസിനെ കൊല്ലാൻ പറ്റും. മറ്റേത് അത്ര രസമില്ല. ഇത് ഒരു 5 ഉന്നം തെറ്റിക്കൂടാ. സോംബി പിന്നാലെ ആ പെണ്ണിൻ്റെ പിന്നാലെ പോയതാണ്. നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഓ അങ്ങനെ ഫൈനലി ചത്തു ഗൈസ്. ചത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ എങ്ങനെയല്ലോ അടുത്ത ഡേ ആയിട്ടുണ്ട്, രാവിലെ ആയിട്ടുണ്ട്. 4ാമത്തെ ദിവസം തുടങ്ങി. അതേപോലെ അവിടെ ഒരു കൂട്ടക്കണക്കിൽ സോംബീസ് ഉണ്ട് ഗൈസ്. നിങ്ങൾക്ക് കാര്യം അറിയാം, ആ ഒരു ആറ്റം ബോംബ് ഡേഞ്ചർ പോലത്തെ സാധനം കാണിക്കുന്നില്ലേ, നമ്മൾ അങ്ങോട്ടേക്ക് പോയാൽ തിരിച്ചു വരവുണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ അവിടെ ഒരു വലിയ സോംബി ഉണ്ട്. അതിനൊക്കെ ഒന്ന് നമുക്ക് അത്യാവശ്യം നല്ല പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ നല്ല പൈസ കിട്ടും. അതിന് ആരാണ് ആദ്യം കൊല്ലുന്നത് അവർക്കാണ് ഏറ്റവും കൂടുതൽ പൈസ കിട്ടുക. അപ്പോൾ ആദ്യം ഞാൻ അതിനെ കൊല്ലാൻ നോക്കട്ടെ. അപ്പോൾ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണല്ലോ, പക്ഷെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ നിറയെ സോംബിയാണ് ഗൈസ്. നിറയെ സോംബിന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ലൈഫൊക്കെ തീർന്നു ഗൈസ്. ഇതെല്ലാം അടച്ചിട്ടുള്ള. അപ്പോൾ ഞാൻ ചാവും തോന്നുന്നു. കാരണം ഞാൻ ഞാനങ്ങനെ ഫൈനലി ചത്തുപോയി. നമുക്കൊരു കാര്യം ചെയ്യാം, ഹ്യൂമൻ വേണോ സോംബി വേണോ? അപ്പോൾ കാര്യം ചെയ്യാം, ഹ്യൂമൻ എടുക്കാം അല്ലേ? ഹ്യൂമൻ എടുക്കാം. പൈസ പോകുമെന്നാണ് എനിക്ക് തോന്നണത്. ഇവിടെ പൈസ ഒന്നും പോയിട്ടില്ല. ബട്ട് ഗൈസ് എല്ലാം പോയി. അവർക്ക് കുറച്ച് ഇതൊക്കെ കാണിച്ചിട്ടുണ്ട്. എന്തൊക്കെയോ അപ്പോൾ എന്തൊക്കെയോ ഗെയിംസിൻ്റെ ആണ്, കുഴപ്പമില്ല. അങ്ങനെ പാകമുള്ള ഒറ്റ ഗണ്ണാണ്, അതും ഈ ഒരു ഹാർട്ട് ഗൺ. ഇത് വെച്ചിട്ട് ഞാൻ എന്തോ ചെയ്യാനാണ് ഗൈസ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഏതായാലും ഏറ്റവും താഴത്തെ കണക്കങ്ങൾ പാർട്ടിയുടെ ബൗണ്ടറി കടക്കാൻ പറ്റുമോ? കടക്കാൻ പറ്റൂല ഗൈസ്. ആക്ച്വലി എന്ന് പറഞ്ഞാൽ ഈ ഒരു ബൗണ്ടറി കടക്കാനാവില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഇപ്പം തന്നെ എൻ്റെ ഹെൽത്ത് അത്യാവശ്യം കുറഞ്ഞിട്ടുള്ളത്. പൈസ ഒന്നും ചെയ്യാനാവില്ല, എനിക്ക് അറിഞ്ഞൂടാ. അഥവാ പൈസ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാനിപ്പം കുറേ ഗൺസ് മേടിച്ചായിരുന്നു ഗൈസ്. സോംബീസ് പറ വരുന്നുണ്ട്, എൻ്റെ പിന്നാലെ വെച്ച് പിടിക്കുന്നുണ്ട്.
ശിവന്മാർക്ക് എന്നെ ഒന്നും കിട്ടൂല എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ പോന്നെല്ലാം പറഞ്ഞ അമ്മയെ മരത്തിങ്ങി. ഒരു കൂട്ടം സോംബികളാണ് വരുന്നത് എൻ്റെ പിന്നാലെ. ഇവരൊക്കെ ഞാൻ ഇങ്ങനെ കൊല്ലാൻ എന്തെങ്കിലും ആക്ഷൻ പോകുമ്പോണ്ടെങ്കിൽ വെച്ച് കൊല്ലാനാവും ഗൈസ്. ഇവരൊക്കെ ഞാൻ എന്താ ചെയ്യുക? ഇപ്പം ഏകദേശം 100 സോംബിസായിട്ട് എൻ്റെ പിന്നാലെ വരുന്നുണ്ടാവും. പക്ഷെ എനക്ക് ഇതൊന്നും വിഷയമല്ല. അങ്ങനെ ഫൈനലി വേറൊരു കണ്ണ് കിട്ടിയിട്ടുണ്ട്. ഇത് കുഴപ്പമില്ല, ഇത് അത്യാവശ്യം നല്ല കണ്ണ് തന്നെയാണ്. ഇനിയിപ്പം സോംബീസ് എല്ലാം പോകാൻ തുടങ്ങും. 2 മിനിറ്റ് വെക്കാം. അങ്ങനെ 264 സോംബീസിനെയാണ് ഞാൻ കൊന്നത് ഗൈസ് ഫൈനലി. അപ്പോൾ ഞാനിപ്പം ആരെങ്കിലും കളിക്കുന്ന കാണുന്നുണ്ടെങ്കിൽ ആ കളിക്കുന്ന കാണുന്നത് എനിക്കൊന്നും അറിയാം. കാണുന്നുണ്ടെങ്കിൽ ഡു ഷെയർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇതേപോലെ ഒരു രസകരമായ ഏതെങ്കിലും വീഡിയോ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഞാൻ പറയുന്ന ഗെയിം കളിക്കാം റോബ്ലോക്സിൽ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് സോംബി ചത്തിട്ടാണ്. അങ്ങനെ 264 സോംബീസിനെ കണ്ടു, കൊന്നു. ഇനി വേണ്ടെന്ന് വെച്ചാൽ നമുക്കിവിടെ കുറച്ച് നോട്ട്സ് ഉണ്ടോയെന്നല്ല. ഓക്കെ, എലിമിനേറ്റ് 100 സോംബീസ്. ഓക്കെ, അത് നമുക്ക് കംപ്ലീറ്റ് ആക്കിയാൽ നമുക്ക് ഏകദേശം 100 രൂപ കിട്ടും. ഓക്കെ, അപ്പോൾ പിന്നെ എലിമിനേറ്റ് 20 സോംബി വിത്ത് ക്രോസ് ബോ. പിന്നെ സർവൈവ് 5 ഡേ, അത് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ബാക്കി 2 എനിക്ക് ചെയ്യാനല്ലോ, അതുകൊണ്ട് പ്രശ്നമില്ല. അത് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ തീർക്കുന്നതാണ്. അപ്പോൾ ഗൈസ് ഒരു കാര്യം ചെയ്യാം, വെറുതെ ഇങ്ങനെ 6 മൈ ഗോഡ് കുറേ സോംബീസ് ഉണ്ട് ഇത് ഏതായാലും. അപ്പോൾ ഗൈസ് ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോ ഞാൻ പറ്റാവുന്നത്രയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോയിൽ. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ഇടുന്ന ആക്കി എന്തെങ്കിലും ചെറിയ സപ്പോർട്ട് വേണ്ടേ. പിന്നെ അതേപോലെ അൾട്രാ ഗെയിമിംഗ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഏട്ടനാണ് വീഡിയോ ഇടാറ്. അതിന് ഇപ്പോൾ ഏട്ടനില്ലാത്തതുകൊണ്ടെന്ന് വെച്ചാൽ ഞാനാണിപ്പം വീഡിയോ ഇടല്. ഏട്ടൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞെന്ന് തോന്നുന്നു, ഇപ്പം ഗെയിമൊന്നും കളിക്കാൻ അങ്ങനെ ആരുമില്ല, അതുകൊണ്ടാണ്. എൻ്റെ ഏട്ടൻ പറഞ്ഞിട്ടാണ് ഞാനിപ്പം കളിക്കുന്നത് തന്നെ. അതുകൊണ്ടെന്ന് വെച്ചാൽ എല്ലാവരും കുറച്ച് സപ്പോർട്ട് തരിക. അപ്പോൾ എൻ്റെ ഏട്ടനാന്ന് പറഞ്ഞത് കാര്യം. അപ്പോൾ പിന്നെ നിങ്ങൾക്കൊരു എൻ്റർടൈൻമെൻ്റ് ആവാനും കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു കൊണ്ടുവന്നത്. ഇന്നാണൊക്കെ ഫ്രീ ആയത്, അപ്പോൾ ഇന്നിടാന്ന് ഞാൻ വിചാരിച്ചു. നമ്മളുടെ സന്തോഷമല്ലേ നിങ്ങൾക്ക് കിട്ടുക. അങ്ങനെ ഗൈസ് 270 സോംബീസിനെ കൊന്ന് 270 പൈസയും കിട്ടി. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ് ചെയ്യാനുണ്ട്, അത് നമുക്ക് പിന്നെ ചെയ്യാം. അങ്ങനെ ഏകദേശം ഒറ്റ ഡേ സർവൈവ് ചെയ്തിട്ടു, കുഴപ്പമില്ല. ഒരു ന്യൂ ഗൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏകദേശം കാത്തു നിൽക്കുന്നത്. ഇപ്പം കാത്തിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ടോ എനിക്ക് തോന്നുന്നു 2 ദിവസം സർവൈവ് ചെയ്താലേ. ഗൈസ് എൻ്റെ ഹെൽത്ത് നല്ലപോലെ കുറയുന്നുണ്ട്. സോംബീസിൻ്റെ ഇടക്ക് തൊട്ടാൽ ഞാൻ കഴിഞ്ഞു, കാരണം അത്രയധികം സോംബീസാണ് ഇപ്പോൾ എൻ്റെ പിന്നാലെ വെച്ച് പിടിക്കുന്നത്. ഞാൻ ചത്തു പോകുന്നു ഗൈസ്. അത്രയും എന്നെല്ലാം പറഞ്ഞാൽ അത്രയധികം സോംബീസാണ് ഇപ്പം എൻ്റെ പിന്നാലെ വെച്ച് പിടിക്കുന്നത്. എൻ്റെ ഹെൽത്ത് അത്യാവശ്യം 64 ആയിട്ടിട്ടുണ്ട്. ഗൈസ് ഞാൻ പെട്ടു പോകുന്നു. അത്രയും അധികം സോംബീസാണ് എൻ്റെ പിന്നാലെ വെച്ച് പിടിക്കുന്നത്. എനിക്കിപ്പോൾ ഇവരെ എങ്ങനെയെങ്കിലും കൊല്ലണം, അതിനനുസരിച്ച് പൈസയും കിട്ടും. അതേപോലെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ തോന്നുന്നു പെട്ടുന്ന്, കാരണം അത്രയും അധികം സോംബീസായി വരുന്നത് ഇപ്പം ഞാൻ ഇവരെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാര കാര്യമൊന്നുമല്ല. കാരണം എൻ്റെ ടൈമിൽ തോക്ക് അത്ര നല്ലതല്ല. ഒരു പുതിയ തോക്കും കൂടി കിട്ടിയാൽ എനിക്ക് അത്യാവശ്യം ഇവരെ കൊല്ലാനാവുള്ളൂ. ഷോർട്ട് ഗണ്ണാണെങ്കിൽ ഞാൻ പെട്ടു എന്ന് പറയാം, കാരണം അതിൽ ഒറ്റ ആമോ ഇല്ലോ, അത് 5 സെക്കൻഡ് കഴിഞ്ഞാലേ റീലോഡ് തന്നെ ആവുള്ളൂ. അപ്പോൾ പെട്ടെന്നൊരു ഗണ്ണ് എനിക്ക് വേണം, അത്രയും ആവശ്യം എനക്കായിട്ടുണ്ട്. ഇത് അത്യാവശ്യം ദൂരം പോയിട്ടുണ്ട്, എന്നാലും ഇവർ വിശ്വസിക്കാനൊന്നാവില്ല. ഇവരെ വിശ്വസിച്ചാലേ അവസാനം ഞാൻ ചാവും. ഗൈസ് ഈ ഒരു ബോർഡർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവരെ വീണ്ടും ഗൈസ് ഇനി എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം അടുത്ത ഒരു ഡേ
വെറും 14 സെക്കൻഡ് കൊണ്ട് എല്ലാം അവസാനിക്കുന്നതാണ്. എല്ലാം സോംബിയും പോയി. അങ്ങനെ 297 സോംബീസ് ഞാൻ കൊന്നിട്ടുണ്ട്. അങ്ങനെ ഗായ്സ് എനക്കൊന്ന് ഇപ്പോൾ അടുത്ത ഡേ ആവുന്നതാണ്. ഈ ഡേയിൽ എന്താണെന്ന് വെച്ചാൽ സോംബീസ് കുറച്ച് കൂടുതലായിരിക്കും. ഓ ഗായ്സ്, നേരത്തെ പേടിപ്പിക്കുന്ന സോംബീൻ്റെ അടുത്ത് പോയിട്ടാണ് ഞാൻ നേരത്തെ ചത്തുപോയത്. അപ്പോൾ എനിക്കൊരു റിക്വസ്റ്റ് ചെയ്യുന്ന ആരുടെയോ കണക്ഷൻ ഏതൊരു മാക്സ് എന്ന് പറഞ്ഞ ചങ്ങയാണ്. അക്സെപ്റ്റ് ചെയ്യല്ലേ, കുഴപ്പമില്ല. ഓക്കെ, ഫ്രണ്ടായിട്ടുണ്ട്. ന്യൂ കണക്ഷൻ എന്ന് പറയുന്നത് കുഴപ്പമില്ല. ഷോർട്ട് ഗൺ ഇട്ടിട്ടുണ്ട്. ഷോർട്ട് ഗൺ കൊണ്ട് ഒരു ഉപയോഗമില്ല എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഷോർട്ട് ഗൺ ഉപയോഗിക്കുന്നില്ല. ഗൈസ്, ഈ മേലെ നിങ്ങൾക്ക് 4 ചുവന്നൊരു ഇതിന് കാണുന്നില്ല ഗൈസ്. അത് ശരിക്കും എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ടൈമാണ്. ഇപ്പോൾ അത് ഇപ്പോൾ 5 ആയില്ലേ, ഓരോ മണിക്കൂർ ഇങ്ങനെ കടന്നുകൊണ്ട് പോകും. 24 മേലെ കാണിച്ചാൽ ആ ഒരു ദിവസം കഴിഞ്ഞു എന്നാണ്. അതേപോലെ ഇങ്ങനെ 14 സെക്കൻഡ് കഴിഞ്ഞാലാണ് ഒരു നെക്സ്റ്റ് ഡേ സ്റ്റാർട്ടാവല്. ഇതുവരെ രാവിലെ ആയിട്ടില്ല. എനിക്കൊന്ന് ഒരു 7 മണിയാകുമ്പോഴേക്കും പറഞ്ഞിട്ടില്ല, അതിന് മുന്നേ തുടങ്ങി. രാവിലെ ആയി. അപ്പോൾ നമുക്ക് ഇവരെ കുറച്ചൊന്ന് കൺഫ്യൂഷനാക്കി വിടാം. ആദ്യം നമുക്ക് ബിൽഡിംഗ് സ്ഥലത്തേക്ക് പോയിട്ട് ഇങ്ങനെ ഓടിപ്പോയിട്ട് ബിൽഡിങ്ങിൻ്റെ ഉൾ സൈഡിലേക്ക് പോവാം. പക്ഷെ എല്ലാവരും കൂടിയിട്ട് എന്നെ കൊല്ലുമെന്നാണ് എൻ്റെ പേടി. ഞാൻ പൊട്ടു തോന്നുന്നു ഗൈസ്. ഇല്ലില്ല, എൻ്റെ കൂടെ തന്നെ ഒരു മാക്സ് എന്ന് പറഞ്ഞ ചെക്കനുണ്ട്. അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല, അവനെന്നെ സഹായിക്കുമെന്ന് തോന്നുന്നു. ഞാൻ പെട്ടു എന്ന് പറഞ്ഞാൽ പെട്ടു. ഞാൻ ഈ മതിലിൻ്റെ അവിടെ സ്റ്റക്കായി പോയി. അവിടെ ഇതിൻ്റെ കുറേ അധികം സുഹൃത്ത് ഇതിൻ്റെ ഉള്ളിൽ പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതേപോലത്തെ ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ട് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓ ഗൈസ്, എനക്കൊന്ന് ഞാൻ ഇതുവരെ വന്നെല്ലാം സോംബീസ് ഞാൻ കൊന്നു. അടി സോംബി. ഗൈസ്, അങ്ങനെ ഏകദേശം എല്ലാവരും ആൾക്കാരും കൊന്നു. 299 സോംബീസിനെ കൊന്നത്. ഒറ്റ സോംബിനെ കൂടി കൊന്ന 300 കംപ്ലീറ്റ് ആവും ഗൈസ്. 300 സോംബിനെ കൊന്ന ഒരു ആദ്യ ചരിത്രം. പക്ഷെ ഇതൊന്നും ചാവുന്നില്ല. എന്താ ചെയ്യല്ലേ? ഞാൻ ചപ്പു ഇല്ല, പ്രശ്നമില്ല. ഇതുവരെ പ്രശ്നം ഉണ്ടായിട്ട. എനക്കൊന്നിനും കൂടി കൊല്ലണം. വാ. ഇതിപ്രാവശ്യം ചത്തു. അങ്ങനെ 300 സോംബീസിനൊക്കെ ഞാൻ കൊന്നിട്ടുണ്ട്. എത്രയാ സോംബീസ് ഗൈസ്? ഇത് 100ലധികം സോംബികളുണ്ടാവും. രാത്രിയായി. എനിക്ക് ഗൈസ്, ഞാൻ ഈ ബിൽഡിങ്ങിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത്. നമുക്ക് പറപ്പെടും. എനിക്കൊരു പുതിയ ഗണ്ണ് വേണം. എൻ്റെ ആ ചാകപ്പാട് 300 പൈസ ഇല്ലു. 300 രൂപ. ഒരു പുതിയ ഗണ്ണ് കിട്ടുന്നവരെ എനിക്ക് ഒരു മനസ്സമാധാനം ഇല്ല. അതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം. ഇതിപ്പം എന്ന് പറഞ്ഞാൽ സോംബീസിൻ്റെ അടുത്തെത്തി. എന്നിട്ട് ഞാൻ പേടിക്കാത്ത കാരണം എന്ന് വെച്ചാൽ കുറച്ചും കൂടി എത്തട്ടെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ കുറച്ചും കൂടി അടുത്തെത്തിയാലും ഞാൻ ബാക്കി ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് എത്തുന്നതിന് മുന്നേ ഞാൻ ഓടി. അത്യാവശ്യം 302 സോംബീസിന് എക്സ്ട്രാ ഞാൻ വന്നിട്ടുണ്ട്. ബിൽഡിങ്ങിൻ്റെ ബാക്ക് പോയാൽ ഞാൻ എന്തായാലും പെടുന്നറിയാം. പക്ഷേ പോയാൽ പറ്റൂലോ, ഇല്ലെങ്കിൽ ഞാൻ ചാകും. സോംബീസ് വരുന്നൊന്നും ഇല്ല. ഞാൻ നേരെ ഓടിയാൽ നല്ലത്. ഇവർ നോക്കിക്കൊണ്ടിരുന്ന ഞാൻ ചാവുന്നല്ലാണ്ട് വേറെ പണി ഉണ്ടാവില്ല. അങ്ങനെ അത്യാവശ്യം സോംബീസ് ഇന്ന് പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഗായ്സ്, എനിക്ക് കുറച്ച് റെസ്റ്റ് കിട്ടുമെന്ന് തോന്നുന്നു. കാരണം നെക്സ്റ്റ് ഡേ 14 സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. അങ്ങനെ 322 സോംബീസിനെ ഞാൻ കൊന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത സോംബീസ് വരുന്നതായിട്ട് നമുക്ക് ഗായ്സ്, ഞാൻ ഉദ്ദേശിച്ചതേ ആ ഒരു ഗണ്ണ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം എനിക്കിനി പ്രശ്നമില്ല. ഇതിൻ്റെ അടുത്ത ഗണ്ണ് ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒറ്റ കാര്യം എനിക്കറിയാം, നല്ല പവറുണ്ട്. കൂടാതെ 5-6 വെടിക്കന്നെ എല്ലാം ഇല്ല. 5-6 വെടിക്കില്ല, 20 കൊണ്ടാലേ തീരൂ.
അപ്പോൾ ഞാൻ എനക്കൊന്ന് മരത്തിൻ്റെ അടിയിൽ പോയിട്ട് ഓ ഗൈസ് ഞാനപ്പോൾ പൊട്ട് തോന്നു. കാരണം നേരത്തെ പോലെ തന്നെ ഇതെല്ലാം കൂടി ടെൻ്റ് എടുത്ത് വരാ വരാന്ന് പറഞ്ഞ പോലെ ഓടിയിരുന്നത്. ഞാൻ വെറുതെ എൻ്റെ ആമോ കളയാന്നല്ലാണ്ട് വേറെ പണിയില്ല തോന്നുന്നു. ഇതാ നല്ല സ്പീഡ് ഇട്ട് തോന്നുന്നു. ഞാൻ ഓടിയിട്ട് ചാവുന്നില്ല ഗൈസ്. കാരണം നല്ല പോലെ ഓടിക്കൊണ്ടിരിക്കും. 20 അടിച്ചാലോ ഒന്നും ആവുന്നില്ല. 20 അടിച്ചു. എന്നിട്ടൊന്നും ചത്തത് പോയി. ഇതൊന്നും നേരം ചാവുന്നില്ല. പിന്നെ എങ്ങനെ ഞാൻ കൊല്ലുക? കൊല്ലാന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയാണ്. അങ്ങനെല്ലാം എൻ്റെ പിന്നാലെ കൊന്നിട്ടുണ്ട് ഗായ്സ്. അങ്ങനെ 100 സോംബീസിനെ ഞാൻ കൊന്നിട്ടുണ്ട്. ഫൈനലി എൻ്റെ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് ക്വസ്റ്റ് ഉണ്ട് തോന്നുന്നു. ഇനി 20 ക്രോസ് ബാർ വെച്ചിട്ട് കൊല്ലണം. ഞാൻ ചത്തു ഗൈസ്. അപ്പോൾ ഇതാണ് ക്രോസ് ബാർ. അപ്പോൾ 20 ഇതിനെ തന്നെ വെച്ച് കൊല്ലണം. ഇത് വെച്ച് കൊല്ലണം എന്ന് പറഞ്ഞാൽ കുറച്ച് അത്യാവശ്യം നല്ല പണിയുള്ള കാര്യമാണ്. അത്യാവശ്യം നല്ല പോലെ നമുക്ക് മെനക്കേണ്ടി വരും ക്രോസ് ബാർ വെച്ചിട്ട് ഇവരെ ഇടണമെങ്കിൽ. അപ്പം ഞാനിവിടെ വൈൻഡപ്പ് ആക്കാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 ആണെങ്കിൽ എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.